എല്ലാ വീടുകളിലെയും പ്രധാന പ്രശ്നമാണ് ചിലന്തിയും അതുണ്ടാക്കുന്ന വലയും. എത്ര പോക്കാൻ ശ്രമിച്ചാലും അത് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ചെറിയ വിഷമുള്ളതിനാൽ ചിലന്തി കടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. പ്രത്യേകിച്ചും കുട്ടികളുള്ള വീട്ടിൽ ഇത് ശ്രദ്ധിക്കണം. എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും ചിലന്തി വല പോകുന്നില്ലേ? എൻ്റെ കയ്യിൽ ഒരു സിമ്പിൾ പരിപാടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഇതെന്താണെന്നറിയാവോ? ബേക്കിംഗ് സോഡയും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. ഇത് ചിലന്തി വല സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിൽ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചിലന്തി വരുന്നതും വല കെട്ടുന്നതും തീർച്ചയായിട്ടും കുറയുകയും ചെയ്യും. വളരെ എളുപ്പ പരിപാടിയല്ലേ? അപ്പോൾ അടുത്ത ടിപ്പ് അറിയണ്ടേ? വാ. അപ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ വെച്ച് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ മച്ചിൻ്റെ പുറത്ത്, സീലിങ്ങിൽ, കൈ എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരിക്കും. അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതിനാദ്യം ചെയ്യേണ്ടത് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കർപ്പൂരം നന്നായിട്ട് പൊടിച്ച് ചേർക്കുക. നല്ല പോലെ മിക്സ് ആക്കിയ ശേഷം ഒരു കോട്ടൺ തുണി എടുത്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മാറാലൊക്കെ തുടയ്ക്കാൻ എടുക്കുന്ന കമ്പുണ്ടാവുമല്ലോ, അതിൽ ഈ തുണി നല്ലപോലെ ചുറ്റിയിട്ട് ചിലന്തി വല വരുന്ന എല്ലാ സ്ഥലത്തും നല്ല പോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ കർപ്പൂരം ബേക്കിംഗ് സോഡയും മാത്രമല്ല കേട്ടോ, വെളുത്തുള്ളി നീരും അതുപോലെ പുകയിലയും ഇതുപോലെ വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്നെങ്കിൽ സ്പ്രേ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ തുണിയിൽ ചുറ്റി തൂത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചിലന്തിയും ചിലന്തി വല വരാതിരിക്കാനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്താണേലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.